നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, ഇവിടെ ചർച്ച ചെയ്യുന്നു ജ്യോതിഷ വിഷയം നിങ്ങളുടെ ഇന്ന് നാം ചർച്ച ചെയ്യുന്ന ഇന്നത്തെ ദിനം 1201 കർക്കിടക മാസം 6-ാം തീയതി, അതായത് 2026 ജൂലൈ മാസം 22-ാം തീയതി. സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് 6:17, അസ്തമയം വൈകിട്ട് 6:47. ഇന്നത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം. ബുധനാഴ്ച 12 മുതൽ 1:30 വരെയുള്ള സമയം. നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല. ബുധനാഴ്ച സ്ത്രീകളും ഗർഭിണികളും, പ്രത്യേകിച്ച് ഗർഭിണികളും നാൽക്കാലികളും സഞ്ചരിക്കാൻ പറ്റാത്ത ദിവസമാണ്. അപ്രകാരം തന്നെയാണ് വെള്ളിയാഴ്ച. ഇന്നത്തെ നക്ഷത്രമാണെങ്കിൽ വളരെ നല്ല ചോതി നക്ഷത്രമാണ്. ചോതി ഒരു വളരെ ശുഭനക്ഷത്രമാണ്. വെളുത്ത പക്ഷത്തിൽ ചിപ്പിക്കുള്ളിൽ പതിക്കുന്ന എഴുതുള്ളി വെള്ളമാണ് അമൂല്യമായ കോടികൾ അല്ലെങ്കിൽ ലക്ഷങ്ങൾ മൂല്യമുള്ള മുത്തായി മാറുന്നത്. സ്വാത്യാം സാഗര ശുക്തിപതിതം തൻ മൗക്തികം ജായതേ എന്ന് ഭർതൃഹരി പറഞ്ഞിട്ടുണ്ട്. ചോതി നക്ഷത്രക്കാർക്ക് ധാരാളം സവിശേഷതകൾ. ഇന്നത്തെ തിഥി വെളുത്ത പക്ഷത്തിലെ നവമി തിഥിയാണ്. ചന്ദ്രൻ വളരെ ബലവാനായി വരികയാണ്. ഇനി ഏതാനും ദിവസം കഴിഞ്ഞാൽ സാക്ഷാൽ പൗർണമി വന്നു. പക്ഷേ നവമി അത്ര ശുഭമായ തിഥിയല്ല. ബാക്കി വിഷയങ്ങൾക്കെല്ലാം നവമി നല്ലതാണ്. പക്ഷേ സാമ്പത്തിക വിഷയത്തിൽ അത് തിഥിയാണ്, ഒഴിഞ്ഞ തിഥിയാണ്. അപ്രകാരമുള്ള 3 തിഥികളുണ്ട്. ചതുർത്ഥി 4-ാമത്തെ തിഥി, നവമി 9-ാമത്തെ തിഥി. അപ്രകാരം തന്നെ ചതുർദശി 14-ാമത്തെ തിഥി. ഇത് കറുത്ത പക്ഷത്തിലേതായാലും വെളുത്ത പക്ഷത്തിലേതായാലും സാമ്പത്തികമായ ഗുണം ഉണ്ടാക്കില്ല തിഥി എന്നറിയുക. നല്ല നക്ഷത്രമാണ്, നല്ല ദിനവുമാണ് ബുധനാഴ്ച. 1:45 മുതൽ 3:15 വരെയുള്ള സമയം. എല്ലാ ശുഭകാര്യങ്ങൾക്കുമായി സമയം കണ്ടെത്താം. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ പ്രാർത്ഥന ആരുടേതാകുന്നു? ചോതി നക്ഷത്രത്തിൻ്റെ അധിപനാഗ്രഹം രാഹുവാകുന്നു. തിരുവാതിര, ചോതി, ചതയം. സർപ്പപ്രീതി ചെയ്യുവാൻ ഏറ്റവും നല്ല ദിവസമാണ്. ഓം രാഘവേ നമഃ, ഓം കേതവേ നമഃ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചുകൊണ്ട് അടുത്തുള്ള സർപ്പക്ഷേത്രത്തിൽ ആയില്യപൂജ, സർപ്പബലി അല്ലെങ്കിൽ നവഗ്രഹത്തിൽ രാഹുകേതു അർച്ചന ചെയ്താൽ വളരെയധികം സമൂലമായ മാറ്റങ്ങൾ വരുന്നതാണ്. ഞാൻ പ്രാർത്ഥന സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ദിനത്തിൻ്റെ മറ്റ് പ്രാധാന്യം പറഞ്ഞു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു ഇന്നത്തെ ദിനത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.